ശികായിക്ക് സ്തുതിയായിരിക്കട്ടെ. ലിറ്റർജിക്കൽ കിസ് ഉഹദാന എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുന്നു. 53 ക്ലാസ്സും പാലാ രൂപതയുടെ മീഡിയ കമ്മീഷൻ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഓൾറെഡി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഏകദേശം 46 ക്ലാസ്സിൻ്റെ നോട്ടുകളും തയ്യാറാക്കി കഴിഞ്ഞു. വരുന്ന ദിവസങ്ങളിൽ ബാക്കിയുള്ള ക്ലാസ്സിൻ്റെ നോട്ടുകളും കൃത്യമായിട്ട് നൽകുന്നതാണ്. ലിറ്റർജിക്കൽ ക്വിസ് ഉഹദാനയുടെ ഇടവക തലത്തിലുള്ള ക്വിസിനെ പറ്റിയുള്ള ക്രമീകരണങ്ങളാണ് അച്ഛൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിൽ. അപ്പോൾ ക്വിസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും നിർബന്ധമായും ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ക്വിസിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് അറിയുന്നതും അതിൻ്റെ ഓപ്ഷൻസ് എങ്ങനെയാണ് ഇടവതലത്തിലെ ക്വിസ് അറ്റൻഡ് ചെയ്യുന്നതെന്നും കൃത്യമായി അറിഞ്ഞിരിക്കണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യമേ, എന്നാണ് ലിറ്റർജിക്കൽ ക്വിസ്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ഏപ്രിൽ 6, 2025 എന്നായിരുന്നു. അന്നേ ദിവസം വിശ്വാസ പരിശീലനത്തിൻ്റെ, പ്രത്യേകിച്ച് 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സിൽ വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെടുന്ന കുട്ടികളുടെ എക്സാം ആയതിനാൽ നമ്മൾ 13-ാം തീയതി ഞായറാഴ്ചയാണ് 2025 ഏപ്രിൽ 13-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയുള്ള സമയത്താണ് ലിറ്റർജിക്കൽ ക്വിസ് ഉഹദാന ഇടവക തലത്തിലുള്ള ഓൺലൈൻ ക്വിസ് നടത്തപ്പെടുന്നത്. അപ്പോൾ ഡേറ്റ് മറന്നു പോകാതെ ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കുക. ഏപ്രിൽ 13, 2025 ഞായറാഴ്ച, അവസാന ഞായറാഴ്ചയാണ്. അന്ന് വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയുള്ള സമയത്തും പാലാ രൂപതയിൽപ്പെട്ട ആർക്കും എവിടെ നിന്നും ഈ ക്വിസ് അറ്റൻഡ് ചെയ്യാം. ഇനി എങ്ങനെയാണ് ഈ ക്വിസ് അറ്റൻഡ് ചെയ്യേണ്ടതെന്നാണ് അടുത്ത ചോദ്യം. ഈ ക്വിസ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ അംഗമായിരിക്കുന്ന മീഡിയ കമ്മീഷൻ പാലായുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ വാട്സപ്പ് ചാനലിലോ, അതുപോലെ ഉഹദാന ലിറ്റർജിക്കൽ ക്വിസിൻ്റെ 2 വാട്സപ്പ് ഗ്രൂപ്പുകൾ നിലവിലുണ്ട്. ആ ഗ്രൂപ്പുകളിലോ നിങ്ങൾ നിർബന്ധമായി ഉണ്ടായിരിക്കണം. അവിടെയാണ് നമ്മൾ ഈ ക്വിസിൻ്റെ ലിങ്ക്, ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് നമ്മൾ നൽകുന്നത്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ അംഗമായിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിലോ വാട്സപ്പ് ചാനലിലോ അന്ന് വൈകുന്നേരം 7:30 മണിക്ക്, അതായത് 2025 ഏപ്രിൽ 13-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 7:30 മണിക്ക് കൃത്യമായ ഒരു ലിങ്ക് നൽകും. ഇത് നൽകുന്നതിന് മുമ്പ് ഒരു മോഡൽ ക്വിസ് ഇന്ന് മുതൽ നമ്മൾ നടത്താൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ തൊട്ട് താഴെ ലിങ്ക് കാണും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾ അംഗമായിരിക്കുന്ന ഗ്രൂപ്പിലോ മോഡൽ ക്വിസിൻ്റെ ലിങ്ക് കൃത്യമായിട്ട് ക്ലിക്ക് ചെയ്ത് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്ക്. നമുക്ക് ഏകദേശം കുറച്ച് ചോദ്യങ്ങളും എങ്ങനെയാണ് ക്വിസ് വരുന്നതെന്നുള്ള പലരും ചോദിച്ച സംശയങ്ങൾക്കുള്ള ഉത്തരം ആ ഒരു ക്വിസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാറും. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കൃത്യമായിട്ട് അച്ഛൻ്റെ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുകൊണ്ട് കൃത്യമായിട്ട് മൊബൈൽ ഫോണിൽ ഈ ക്വിസ് അറ്റൻഡ് ചെയ്യുമ്പോൾ പരിചയമില്ലാത്ത എല്ലാവരും നിർബന്ധമായും കണ്ട് ചെയ്തിരിക്കണം. കാരണം അത് നമ്മൾ പരീക്ഷ അറ്റൻഡ് ചെയ്ത് മാർക്ക് കൃത്യമായി ഇവിടെ വരണമെങ്കിൽ ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് കൃത്യമായി ഫോളോ ചെയ്യണം. അത് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മാർക്ക് ഇവിടെ വരികയുള്ളൂ. ഇപ്പം നമ്മൾ അംഗമായിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ, ഞാനൊരു മോഡൽ ഇപ്പോൾ കാണിക്കുകയാണ്. അംഗമായിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ആദ്യമേ തന്നെ ഒരു കുറിപ്പോടുകൂടിയുള്ള ഒരു മെസ്സേജ് ആയിട്ടായിരിക്കും, ഒരു ലിങ്ക് ആയിട്ടായിരിക്കും നൽകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ അതൊരു ബ്ലൂ ലിങ്കായിട്ട് കാണിക്കില്ലായിരിക്കും. ചിലപ്പോൾ കാണിക്കാം, ചിലപ്പോൾ കാണിക്കില്ലായിരിക്കും. തൊട്ട് താഴെ തന്നെ വെറുതെ ഈ ഒരു ലിങ്ക് നമ്മൾ വീണ്ടും അല്ലാതെ പേസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ചിലപ്പം ആ ലിങ്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ, ക്ലിക്ക് ചെയ്താൽ മുന്നോട്ട് പോകാത്ത രീതിയിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് കോപ്പി എടുത്താൽ മതി. കോപ്പി നമ്മൾ ലോങ് പ്രസ് ചെയ്യുമ്പോൾ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് വാട്സപ്പിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ബ്ലൂ ആയിട്ടാണ് ഇത് ലിങ്ക് കാണുന്നതെങ്കിൽ ഞാൻ അതിൻ്റെ സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളിപ്പം ആൻഡ്രോയിഡ് ഫോണിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പിലോ സിസ്റ്റത്തിലോ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. ബ്ലൂ ആയിട്ടാണ് നിങ്ങളുടെ ലിങ്ക് കാണുന്നതെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള വെബ് ബ്രൗസറിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും. അപ്പം ഇവിടെയുള്ള 2 ബ്രൗസറുകളാണ് കാണിക്കുന്നത്. അപ്പോൾ ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞ വെബ് ബ്രൗസറിലേക്കാണ് പോയത്. നമ്മൾ സൈൻ ഇൻ ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം നിങ്ങൾ പരീക്ഷ അറ്റൻഡ് ചെയ്തു, പരീക്ഷ മുഴുവനായിട്ട് അറ്റൻഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് മാർക്ക് കൃത്യമായി ഇവിടെ വന്നു എന്ന് കൃത്യമായി ഉറപ്പ് വരുത്തണമെങ്കിൽ നിങ്ങൾ സൈൻ ഇൻ ചെയ്തിരിക്കണം നിർബന്ധമായും. സൈൻ ഇൻ ചെയ്യാതെ നമുക്ക് ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. സൈൻ ഇൻ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ, ഗൂഗിൾ മെയിൽ ഐ ഡി ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്താൽ മതി. സൈൻ ഇൻ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ അറ്റൻഡ് ചെയ്തു എന്നുള്ള രേഖ ഞങ്ങൾക്കിവിടെ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നിർബന്ധമായും നിങ്ങൾ സൈൻ ഇൻ ചെയ്തിരിക്കണം. അപ്പോൾ ഇങ്ങനെ സൈൻ ഇൻ ഓപ്ഷൻ വരുമ്പോഴത്തേക്കും സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങളുടെ അക്കൗണ്ട് കാര്യങ്ങൾ ഇവിടെ അടിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു എളുപ്പവഴി പറഞ്ഞു തരാം. എല്ലാ ഫോണും ഏതെങ്കിലും ഒരു ഗൂഗിൾ മെയിലിൽ സപ്പോർട്ടായിരിക്കും, അതിനകത്ത് ലോഗിൻ ചെയ്തിരിക്കും. നമ്മുടെ എളുപ്പവഴി എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ ഒരു ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഞാനിത് പറയുന്നത് ചെയ്യാൻ അറിയത്തില്ലാത്ത
ആക്ച്വലി മുതിർന്ന ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ്. അവരായിരിക്കും കൂടുതലായിട്ടും ചിലപ്പോൾ ഈ ക്വിസിൽ അറ്റൻഡ് ചെയ്യുന്നത്. അവർ പഠിച്ചിട്ടുണ്ടാവും ഇതെങ്ങനെ ചെയ്യണം എന്നുള്ള കൃത്യമായിട്ട് അവർക്കാണ് മെയിനായിട്ട് ഞാനത് പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗൂഗിൾ ക്രോം കാണുന്നുണ്ട്. ഗൂഗിൾ ക്രോമിൽ ക്ലിക്ക് ചെയ്യുമ്പം നമുക്കിങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. തൊട്ട് മുകളിൽ നമ്മളൊരു സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഐഡിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഐക്കൺ മുകളിൽ കാണുന്നുണ്ട്. ഈ ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ഫോണിൽ ഏതൊക്കെ മെയിൽ ഐ ഡി ലോഗിൻ ആണോ ആ മെയിൽ ഐ ഡികളെല്ലാം ഇവിടെ കാണിക്കും. ആ മെയിൽ ഐ ഡികളാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാനതിൽ മീഡിയ കമ്മീഷൻ പാലയുടെ മെയിൽ ഐ ഡി ക്ലിക്ക് ചെയ്ത് ഞാനിതിവിടെ ലോഗിനായി. ഇപ്പോൾ ഇത് നിലവിൽ ലോഗിനായി. അതുകൊണ്ടാണ് ഇവിടെ ഐക്കൺ വന്നിരിക്കുന്നത്. വീണ്ടും ഞാൻ നേരെ വാട്സപ്പിലോട്ട് പോകുന്നു. വാട്സപ്പിൽ പോകുമ്പോൾ ഞാൻ ആ ലിങ്ക് കാണുന്നുണ്ടല്ലോ, ആ ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും വെബ് ബ്രൗസർ വരുന്നു. ഗൂഗിൾ ക്രോമിൽ ക്ലിക്ക് ചെയ്യുന്നു. ഗൂഗിൾ ക്രോമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് നേരെ ലോഗിൻ ആയിടത്ത് കൃത്യമായി ഗൂഗിൾ ക്രോമിൽ എനിക്ക് ഈ ക്വിസ് അറ്റൻഡ് ചെയ്യാനുള്ള ഫോർമാറ്റിലേക്ക് വന്നു. നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ അടുത്ത ഒരു ഉദാഹരണത്തോടെ പറയാം. അതായത് ഇപ്പോൾ ഇവിടെ ലിങ്ക് നിങ്ങൾക്ക് ബ്ലൂ കളറിൽ വന്നില്ല എങ്കിൽ നിങ്ങൾ ആ ലിങ്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോപ്പി എടുക്കുക. നിങ്ങൾ കോപ്പി എടുത്തതിന് ശേഷം നിങ്ങളുടെ ബ്രൗസറിൽ ഗൂഗിൾ ക്രോം അങ്ങനെയുള്ള ബ്രൗസറുകളിൽ പോവുക. എന്നിട്ട് ഈ മുകളിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പം നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നമ്മളവിടെ ലോങ് പ്രസ് ചെയ്ത് നമ്മൾ ഈ ലിങ്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷയ്ക്കുള്ള ചോദ്യത്തിലേക്ക് പോകാനുള്ള വഴിയായി. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇത് നിങ്ങൾ ഈ മോഡൽ ക്വിസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. പിന്നെ നടക്കുന്ന അന്ന് 13-ാം തീയതി നടക്കുന്ന ക്വിസ് വളരെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് വരികയാണ്. ലിറ്റർജിക്കൽ ക്വിസ്, മോഡൽ ക്വിസ്. നിങ്ങൾ ചോദ്യങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് മുന്നേ ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് വായിച്ചിരിക്കണം. 2025 ഏപ്രിൽ 13 ഞായറാഴ്ച നടത്തപ്പെടുന്ന ലിറ്ററജിക്കൽ ക്വിസിന് മുന്നോടിയായിട്ടുള്ള ഒരു മോഡൽ ക്വിസാണിത്. ഈ മോഡൽ ക്വിസിൽ പങ്കെടുത്താൽ എങ്ങനെയാണ് ക്വിസ് അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് എളുപ്പമായിരിക്കും. താഴെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ കൃത്യമായി നൽകിയതിനു ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ ഓൾറെഡി സൈൻ ഇൻ ചെയ്തിരിക്കുന്ന മെയിൽ ഐ ഡി അവിടെ കാണിച്ചിട്ടുണ്ട്. ഇമെയിലിൻ്റെ അവിടെ റെക്കോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. നിങ്ങൾ ടിക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് താഴെ നൽകിയിരിക്കുന്ന ഓരോ ഭാഗങ്ങളും വായിച്ച് നോക്കി കൃത്യമായി ഉത്തരം നൽകിയിരിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ പേരുൾപ്പെടെ എല്ലാ കാര്യങ്ങളും നൽകിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ആൻസർ ഷീറ്റ് വാലിഡ് ആവുകയുള്ളൂ. ഇപ്പോൾ മൊബൈൽ നമ്പർ അടിക്കുമ്പോൾ 10 അക്കം കൃത്യമായിട്ടുണ്ടായിരിക്കണം. വിദേശ രാജ്യങ്ങളിൽ ഇരുന്നാണ് നിങ്ങൾ ഇവിടുത്തെ ഈ ഇടവകയിൽ രൂപതയിലെ അംഗമാണ്, വിദേശ രാജ്യത്താണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ നമ്പർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അത് വാട്സപ്പ് നമ്പർ ആവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ അടിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. 85 47 87 80 24. അപ്പോൾ നമ്മളുടെ നമ്പർ കൃത്യമായിട്ട് അടിക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മൾ നമ്പർ അടിച്ചതിന് ശേഷം നിങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ള 2 ഓപ്ഷൻ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉണ്ട്. എ വിഭാഗം, ബി വിഭാഗം. 2007 ജനുവരി 1 അതിന് ശേഷമോ ജനിച്ചവർ, അതാണ് എ വിഭാഗം. ബി വിഭാഗം എന്ന് പറഞ്ഞാൽ 2007 ജനുവരി 1 മുമ്പ് ജനിച്ചവർ. നിങ്ങൾ ഏത് വിഭാഗമാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഞാൻ 2007 ജനുവരി 1 മുമ്പ് ജനിച്ച ആളായതുകൊണ്ട് ബി വിഭാഗം ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള ഓപ്ഷൻ ഇങ്ങനെയായിരിക്കും കാണുന്നത്. ഇവിടെ ഒരു തൊട്ട് താഴെ ഒരു ആരോ കിടപ്പുണ്ട്. ഈ ഒരു ആരോ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. അത് ആക്ച്വലി ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഡേറ്റാണ് 2025 ഏപ്രിൽ 3 വ്യാഴാഴ്ച. നമുക്ക് ആദ്യം നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ വർഷമാണ്. ഇപ്പം ഞാൻ വർഷമാണ് എടുക്കുന്നതെങ്കിൽ ഈ വർഷത്തിൻ്റെ അവിടെയുള്ള ആ ഒരു ഐക്കണിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് വർഷം മുഴുവനായിട്ടും കാണുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ വർഷം ഞാൻ ഏതാണെന്നുള്ളത് ഇങ്ങനെ നോക്കി കൃത്യമായിട്ട് എടുക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വർഷം എടുത്തു. ഇനി ഞാൻ ഏത് മാസത്തിലാണ് ജനിച്ചതെന്ന് അപ്പം ഞാൻ ഈ മാസം ഇങ്ങനെ സൈഡിലേക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് കാണാം. അപ്പം ഞാൻ നവംബർ മാസം 9-ാം തീയതിയാണ്. അപ്പം 91 നവംബർ 9-ാം തീയതിയാണ് ഞാനത് സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ കൃത്യമായിട്ട് അവിടെ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വന്നു. ഇനി ഫൊറോന, നിങ്ങൾ ഏത് ഫൊറോനയിൽ പെടുന്ന ആളാണെന്ന് കൃത്യമായിട്ട് നമ്മളിവിടെ ഒരു ഫൊറോനകൾ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് സോർട്ട് ചെയ്ത് മാത്രം എടുത്താൽ മതി. ഇതൊന്നും അടിക്കാതെ മുന്നോട്ട് പോകില്ല. അതുകൊണ്ടാണ് കൃത്യമായിട്ട് അച്ഛൻ പറഞ്ഞിരുന്നത് കൃത്യമായി മനസ്സിലാക്കുക. ഞാനിവിടെ നിന്നും ഞാൻ എൻ്റെ ഇടവക എൻ്റെ ഇടവക ഏത് ഫൊറോനയുടെ കീഴിലാണെന്ന് ഞാനത് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാനതിനകത്ത് എൻ്റെ ഇടവക കുറവലങ്ങാട് ഫൊറോനയുടെ കീഴിലായതുകൊണ്ട് ഞാൻ കുറവലങ്ങാട് ഫൊറോന ക്ലിക്ക് ചെയ്യുന്നു. ഇനി പാരീഷ് ഇടവക ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഇവിടെയും നമ്മുടെ രൂപത്തിലുള്ള എല്ലാ ഇടവകളുടെ ലിസ്റ്റുണ്ട്. ആദ്യം ശ്രദ്ധിക്കണം, കത്തീഡ്രൽ പള്ളി ഏറ്റവും ഭദ്രാസന പള്ളി ആയതുകൊണ്ട് ഏറ്റവും ആദ്യമേ ആയിരിക്കും പാലാ കത്തീഡ്രൽ പള്ളി. ബാക്കിയുള്ളതെല്ലാം അടിവാരം മുതൽ ഏറ്റവും അവസാനം വരെയുള്ള ഏന്ത്യാർ വരെ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഏതാണെന്ന് നോക്കി എ കഴിയുമ്പം അടുത്തത് അയ്യമ്പാറ വഴി ഭരണങ്ങാനം, ബി ചക്കാമ്പുഴ, ചെമ്പലമറ്റം, ചെമ്പിളാവ്, ചേന്നാട്, സി കൂട്ടി വരുന്നു, പിന്നെ എടാട്, ഇ കൂട്ടി വരുന്ന എടാട്, ഏലഞ്ഞി, ഏഴാശ്ശേരി, എഫ് കൂട്ടി വരുന്ന ഫാത്തിമപുരം, ജി കൂട്ടി ഗാഗുൽത്ത, ജിയോവാലി,
ഐ.ഒ.ടി ഇടമറ്റം ജയഗിരി, ഇങ്ങനെ നമുക്ക് ഏറ്റവും അവസാനം വരെ നിങ്ങളുടെ ഇടവക ഏത് ആണെന്ന് കൃത്യമായിട്ട് ചെയ്യുക. കൃത്യമായിട്ട് നിങ്ങളുടെ ഇടവക ഏതാണെന്ന് കൃത്യമായിട്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ എൻ്റെ ഇടവക കൂടല്ലൂരാണ്, അതുകൊണ്ട് ഞാനിവിടെ കെ എടുക്കുന്നു. അപ്പം ഞാൻ കൂടല്ലൂർ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ കുറവലങ്ങാട് ഫൊറോനൽ കൂടല്ലൂർ. ഇനി എൻ്റെ പേര് മുഴുവനായിട്ടും ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ പേര് ഞാൻ മുഴുവനായിട്ടും ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്നു. ഫാദർ ജീമോൻ ജോസ് എന്ന് ഞാൻ കൃത്യമായിട്ട്, അല്ലെങ്കിൽ വീട്ടുപേര് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. എൻ്റെ പേര് കൊടുക്കുന്നു. ഞാൻ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താലേ നെക്സ്റ്റ് മുന്നോട്ട് പോവുള്ളൂ. നെക്സ്റ്റ് പോകുമ്പോഴത്തേക്കും നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നു. ലിറ്റർജിക്കൽ ക്വിസ് മോഡൽ ക്വിസ്. ഒന്നാമത്തെ നിർദ്ദേശം 10 ചോദ്യങ്ങളും ഓരോ ചോദ്യത്തിനും 4 ഓപ്ഷൻസും വീതമുണ്ടായിരിക്കും. 2 ചോദ്യ നമ്പർ ഉണ്ടാവില്ല. 3 കൃത്യമായി ഓരോ ചോദ്യവും വായിച്ചിട്ട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. 4 ഉത്തരം സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് വരെ ഓപ്ഷൻസ് മാറ്റി ക്ലിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതാണ് നിർദ്ദേശം കഴിഞ്ഞിട്ടോ ഇനി ചോദ്യങ്ങൾ. ഇപ്പം നമുക്ക് എക്സാമിന് 100 ചോദ്യങ്ങളാണുള്ളത്. ചോദ്യ നമ്പർ ഉണ്ടാവില്ല. ഓരോ ചോദ്യം വായിച്ച് നമുക്ക് ഏതാണെന്ന് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ മോഡൽ എങ്ങനെയായിരിക്കും? ഒരു ചോദ്യവും 4 ഓപ്ഷൻസും ഉണ്ടായിരിക്കും. നിങ്ങളൊരു ചോദ്യവും എഴുതേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ഓപ്ഷൻ ഒന്നാമത്താണ്, രണ്ടാമത്താണ്, മൂന്നാമത്താണ്, നാലാമത്താണ് ഓപ്ഷൻ എന്നത് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ABCD എന്നൊരു ഫോർമാറ്റ് ഇല്ല. ചോദ്യത്തിന് നമ്പറും ഉണ്ടാവില്ല. ചോദ്യം തരുന്നു, താഴോട്ട് ഓപ്ഷൻസ് ഉണ്ടാവും. നിങ്ങൾ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം, ഓപ്ഷൻസ് ഏതാണെന്ന് നോക്കി ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതാണ് ഏകദേശം ഒരു പാറ്റേൺ. ഞാനിതെങ്ങനെയാണ് ക്ലിക്ക് ചെയ്യുന്നതെന്ന് മാത്രം കാണിച്ചു തരുന്നു. അപ്പോൾ ഞാനത് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ എന്ന് എഴുതുന്നു. മെദിയാത്തോർ ദൈ എന്ന ചാക്രിയലേനം എഴുതിയ മാർപ്പാപ്പയായിരുന്നു. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ആരാന്ന് ഉത്തരം എന്നറിയാം. ഞാൻ 12ാം പിയൂസ് പാപ്പ എന്ന് എഴുതുന്നു. മദ്ബഹയിൽ ബലിപീഠം സ്ഥിതി ചെയ്യുന്ന ഒരു പടി ഉയർന്ന തളത്തിൻ്റെ പേരെന്താണ്? എന്താണ് ഉത്തരം? ഞാനിപ്പോൾ മെസ്തബസ എന്നുള്ളത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത AD 312 ക്രൈസ്തവർക്ക് റോമാ സാമ്രാജ്യത്തിൽ സ്വാതന്ത്ര്യം നൽകിയ വിജാതീയ ചക്രവർത്തി ആര്? നമ്മൾ ചരിത്രം പഠിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം ഈ ക്ലാസ്സിലുള്ള ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. കോൺസ്റ്റൻറ്റൈൻ. പറൂസി എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം എന്താണ്? കർത്താവിൻ്റെ 2ാമത്തെ ആഗമനം. സുറിയാനി പാരമ്പര്യത്തിൽ ദൈവാരാധന സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സുറിയാനി പദം ഏതാണ്? സുറിയാനി പദം? എനിക്ക് തോന്നുന്നു തെശ്മെസ്ത എന്ന് തോന്നുന്നു. ഞാനത് ക്ലിക്ക് ചെയ്യുന്നു. പൗരസ്യ സുറിയാനി ആരാധനക്രമ പാരമ്പര്യം പിന്തുടരുന്ന എത്ര വ്യക്തിഗത സഭകൾ കത്തോലിക്ക സഭയിലുണ്ട്? അത് ഉത്തരം 2 ആണെന്ന് തോന്നുന്നു. ഞാൻ 2 ക്ലിക്ക് ചെയ്യുന്നു. പള്ളിക്കുള്ളിൽ എവിടെയാണ് പ്രാരംഭ കുദാശകൾക്കുള്ള വിശുദ്ധ തൈലം അഥവാ സൈത്ത് സൂക്ഷിക്കേണ്ടത്? അത് നമ്മൾ ബേസ് മാമോദീസ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ദൈവസാന്നിധ്യം ഉണ്ടെങ്കിലും നമ്മുടെ മാനുഷിക പരിമിതി നിമിത്തം നാം എങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കണമെന്നാണ് വിശുദ്ധ ഗ്രന്ഥവും പിതാക്കന്മാരുടെ പ്രബോധനങ്ങളും നമ്മോട് പറയുന്നത്. കിഴക്കോട്ട് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. യഹൂദ സിനഗോഗുകളിൽ വചന വായനയ്ക്കും വ്യാഖ്യാനത്തിനുമായി അഴിക്കാലിട്ട് വേർതിരിച്ചിരിക്കുന്ന ഉയർന്ന പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? ബേമ. അപ്പോൾ ഞാനിങ്ങനെ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എല്ലാം ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ നോക്കുക. ഈ ചോദ്യങ്ങൾക്കുള്ള ഓപ്ഷൻസ് ഒന്നും മാൻഡേറ്ററി അല്ല. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി ക്ലിക്ക് ചെയ്തു നിങ്ങൾ തന്നെ ഉറപ്പ് വരുത്തണം. ഇല്ലെങ്കിൽ പുറകോട്ട് പോയി നിങ്ങളത് നോട്ട് ചെയ്ത് കൃത്യമായിട്ട്. ചോദ്യ നമ്പർ ഉണ്ടാവില്ല. ഓരോ ചോദ്യത്തിനും ഓപ്ഷൻസിനും നമ്പർ പ്രത്യേകം ഉണ്ടാവില്ല എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായി ഓർത്തിരിക്കുക. ഇത് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നു. ഇത്രയും സബ്മിറ്റ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തണം. ഇങ്ങനെ ലിറ്റർജിക്കൽ ക്വിസ് മോഡൽ ക്വിസിൽ പങ്കെടുത്തതിന് നന്ദി. ഇങ്ങനെയൊരു ഇത്രയും വന്നുവെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ വിൻഡോ ക്ലോസ് ചെയ്യാവുള്ളൂ. അതുവരെ നിങ്ങൾ കൃത്യമായി അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് ഞങ്ങളുടെ സിസ്റ്റത്തിൽ വന്നിട്ടുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ അടുത്ത തലത്തിലേക്ക് പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഫൊറോന തലത്തിലുള്ള മത്സരത്തിലേക്ക് പോകുന്നതിൻ്റെ ക്രൈറ്റീരിയ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ക്രൈറ്റീരിയ ഇങ്ങനെയാണ്: 2 വിഭാഗമായിട്ട് തിരിക്കുന്നു. ഓരോ വിഭാഗത്തിലും ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മാർക്ക് നേടുന്നയാൾ, ഏറ്റവും ആദ്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്നയാൾ. സമയബന്ധിതമായാണ് നമ്മളിത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ സമയബന്ധിതമായി ഏറ്റവും ഉയർന്ന മാർക്ക് നേടുന്ന ഒരു വിഭാഗത്തിൽ നിന്നുള്ള 4 പേര് തിരഞ്ഞെടുക്കപ്പെടും. ആ 4 പേര്, ആദ്യത്തെ 2 പേര് ഒരു ഗ്രൂപ്പും അടുത്ത 2 പേര് അടുത്ത ഗ്രൂപ്പുമായിരിക്കും. അപ്പം ഒരു വിഭാഗത്തിൽ നിന്ന് ഒരു ഇടവകയെ പ്രതിനിധീകരിച്ച് മത്സരിക്കുമ്പോൾ, ഫൊറോന തലത്തിൽ മത്സരത്തിന് വരുമ്പോൾ, ആദ്യത്തെ വിഭാഗത്തിൽ നിന്നും 2 ഗ്രൂപ്പ്, രണ്ടാമത്തെ വിഭാഗത്തിൽ നിന്നും 2 ഗ്രൂപ്പ്, 4 പേര് ഫൊറോന തലത്തിൽ മത്സരത്തിന് വരുന്നതായിരിക്കും. ഇത് നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ ശ്രദ്ധിച്ച് മോഡൽ ക്വിസിൽ പങ്കെടുക്കുക. അപ്പം എല്ലാവർക്കും എല്ലാ ആശംസകളും. നന്നായിട്ട് ക്വിസിന് വേണ്ടി പഠിച്ചോ. ദൈവാരാധനയെക്കുറിച്ച്, നമ്മുടെ സഭയുടെ ലിറ്റർജിയെക്കുറിച്ച് നന്നായിട്ട് പഠിക്കാനുള്ള ഈ ഒരു അവസരം നഷ്ടപ്പെടുത്താതെ എല്ലാവരും പഠിച്ച് ക്വിസിൽ അറ്റൻഡ് ചെയ്യുക. നല്ല മാർക്ക് നേടുക. നിങ്ങൾക്കായി നല്ല സമ്മാനങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.